നമ്മളിത് ചെയ്യുന്നത് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആണ്. ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് തലേന്ന് എങ്ങനെയെങ്കിലും താരൻ മാറ്റണം എന്നുള്ളത്. സോ ബ്രോയ്ക്ക് എത്ര നാളായി ഇങ്ങനെ താരൻ വന്നിട്ട്? 4-5 വർഷം കൊണ്ട് താരനാണ്. നിറയെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ താരൻ മാറാത്തത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ താരൻ വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. സോ അതിന്റെ പല റീസൺസ് ഉണ്ട്. അതായത് നമ്മുടെ സ്കാൽപ്പ് ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവാത്തത്, നമ്മുടെ സ്കാൽപ്പിന്റെ കെയർ, അതായത് ഹൈജീൻ അല്ലാത്ത സ്കാൽപ്പ്, ഇതൊക്കെ ഡാൻഡ്രഫിന്റെ ഒരു റീസൺ ആണ്. മെയിനായിട്ട് പറഞ്ഞാൽ ഡാൻഡ്രഫ് ഉണ്ടാക്കുന്ന ഒരുതരം ഫംഗസ് ആണ്. പക്ഷേ ബ്രോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രോ വന്ന സമയത്ത് റിസപ്ഷൻ കഴിഞ്ഞ് വെയിറ്റിംഗ് ഏരിയ ഇരുന്നപ്പോൾ ഒരു ഹെൽമെറ്റ് കയ്യിലുണ്ടായിരുന്നു അല്ലേ? അതെ. എത്ര നാളായിട്ട് ആ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്? 4 വർഷമായിട്ട് യൂസ് ചെയ്യണുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പോലെ തന്നെ ഡാൻഡ്രഫ് വരാണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ബ്രോയുടെ ഉത്തരവാദിത്തമാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഹെൽമെറ്റ് മാറ്റിയാൽ തന്നെ ഒരു 90% ഡാൻഡ്രഫ് ബ്രോയുടെ തലേന്ന് മാറും. സോ അതുകൊണ്ട് ഇന്നത്തെ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ടിപ്സ് തരാം. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. സോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. ഞാൻ എൻ്റെ പഴയ പല വീഡിയോസിനകത്തും ഡാൻഡ്രഫ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അത് ബ്രോയ്ക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, നല്ല രീതിയിലുള്ള ഫുഡ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ തീർച്ചയായിട്ടും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം. നമുക്കിതിൻ്റെ ഇംപ്രൂവ്മെന്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ ഡോക്ടർ.